Hello, welcome to the 22nd session on basic mathematical analysis. In this session, we will be discussing order properties of real numbers. In the last session, we have studied some algebraic properties of real numbers, and here we will study order properties of real numbers. So, what is meant by ordering? നമുക്കറിയാം ഏത് രണ്ട് റിയൽ നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ അതിലൊന്ന് മറ്റതിനേക്കാൾ വലുതായിരിക്കും ചെറുതായിരിക്കും എന്നൊക്കെ നമുക്ക് പറയാം. 1ഉം 2ഉം തന്നാൽ നമുക്കറിയാം 1 is less than 2 or 2 is greater than 1. അങ്ങനെ റിയൽ നമ്പേഴ്സിനെ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ റിയൽ നമ്പേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ സർട്ടൺ ഓർഡർ. ഓക്കെ, ഇതാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയുന്ന കാര്യമാണ്, പക്ഷേ ഇപ്പം നമ്മളത് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഇപ്പം നമുക്ക് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. വാട്ട് ഇസ് മെൻ ബൈ ഗ്രേറ്റർ ദാൻ, വാട്ട് ഇസ് ലെസ് ദാൻ, ഇതിപ്പോൾ നമുക്കറിയില്ല എന്താണെന്ന്. നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ് പുതിയതായിട്ട്. അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ട് ഇസ് മെൻ ബൈ സെറ്റ് ഓഫ് പോസിറ്റീവ് നമ്പേഴ്സ്. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് എന്താണ് സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഈ ഡെഫിനിഷനെ തന്നെയാണ് നമ്മൾ ഓർഡർ പ്രോപ്പർട്ടി ഓഫ് ആർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, so this is the order property of R. ഈ ഓർഡർ പ്രോപ്പർട്ടിയിൽ നമ്മൾ ചെയ്യുന്നത് സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് നമ്പേഴ്സ് ഡിഫൈൻ ചെയ്യുന്നു. സോ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത് സാധാരണഗതിക്ക് നമ്മൾ പറയും ഗ്രേറ്റർ ദാൻ 0 ആവുന്ന എലമെൻസിൻ്റെ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ദാറ്റ് ആർ ഗ്രേറ്റർ ദാൻ 0. ബട്ട് ഇവിടെ നമുക്കിപ്പോൾ എന്താണ് ഗ്രേറ്റർ ദാൻ എന്താണ് ലെസ് ദാൻ എന്ന് അറിയില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ആകെ പഠിച്ചിരിക്കുന്നത് നമുക്ക് കുറച്ച് ഓർഡർ പ്രോപ്പർട്ടീസ് അറിയാം. ഓർഡർ പ്രോപ്പർട്ടീസ് അല്ല, വി നോ സർട്ടൺ ഓൾജിബ്രൈക് പ്രോപ്പർട്ടീസ്. ആ ഓൾജിബ്രൈക് പ്രോപ്പർട്ടീസ് മാത്രമേ നമുക്കിപ്പോൾ ഇവിടെ ഇത് ഡിഫൈൻ ചെയ്യാൻ, പോസിറ്റീവ് നമ്പേഴ്സ് എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ഹെൽപ്പിനുള്ളൂ. നമ്മൾ പ്രൂവ് ചെയ്ത അല്ലെങ്കിൽ ഓൾറെഡി ഡിഫൈൻ ചെയ്ത കാര്യങ്ങൾ മാത്രമേ പിന്നീടുള്ളത് ഡിഫൈൻ ചെയ്യാനും പ്രൂവ് ചെയ്യാനും ഉപയോഗിക്കുന്നുള്ളൂ. സോ ഹൗ ക്യാൻ വി ഡിഫൈൻ? ഇപ്പോൾ നമ്മൾ ആലോചിക്കുക എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് പോസിറ്റീവ് നമ്പേഴ്സിനുള്ളത്. രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ അഗെയിൻ വി വിൽ ഗെറ്റ് എ പോസിറ്റീവ് നമ്പർ. ഓക്കെ, ദെൻ വി വിൽ തിങ്ക് ഈ പ്രോപ്പർട്ടി പോസിറ്റീവ് നമ്പേഴ്സിന് മാത്രമാണോ ഉള്ളത്? അല്ല, നമ്മൾ ഏത് രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് എടുത്താലും അവരുടെയും സം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എഗെയിൻ എ നെഗറ്റീവ് നമ്പർ. അപ്പോൾ ഇപ്പം നമ്മളീ പറഞ്ഞത്, അതായത് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ എന്നുള്ള പ്രോപ്പർട്ടി പോസിറ്റീവ് നമ്പേഴ്സിന് മാത്രമുള്ള പ്രോപ്പർട്ടി അല്ല. അപ്പോൾ ആ അതിൻ്റെ ടേംസിൽ നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ പക്ഷെ അത് പോസിറ്റീവ് നമ്പേഴ്സിനുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഏത് രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് എടുത്താലും അവരെ തമ്മിൽ ആഡ് ചെയ്താൽ വി വിൽ ഗെറ്റ് അഗെയിൻ എ പോസിറ്റീവ് നമ്പർ. ദെൻ നമ്മൾ വീണ്ടും ആലോചിക്കുന്നു പിന്നെ എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് പോസിറ്റീവ് നമ്പേഴ്സിനുള്ളത്. യു ടേക്ക് എനി ടു പോസിറ്റീവ് നമ്പേഴ്സ്, ദിയർ പ്രോഡക്റ്റ് ഈസ് അഗെയിൻ എ പോസിറ്റീവ് നമ്പർ. വീണ്ടും ചിന്തിക്കുക, ഈ പ്രോപ്പർട്ടി പോസിറ്റീവ് നമ്പേഴ്സിന് മാത്രമാണോ ഉള്ളത്? നെഗറ്റീവ് നമ്പേഴ്സ് രണ്ടെണ്ണം എടുത്തു, അതിൻ്റെ പ്രൊഡക്റ്റ് എടുത്തു, നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് നമ്പർ അല്ല. സോ ഇപ്പം ഞാൻ ഈ പറഞ്ഞ രണ്ട് പ്രോപ്പർട്ടീസ് ഞാൻ പറഞ്ഞു. രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ സം എഗെയിൻ പോസിറ്റീവ് നമ്പറാണ്, രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എഗെയിൻ പോസിറ്റീവ് നമ്പറാണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പ്രോപ്പർട്ടി നെഗറ്റീവ് നമ്പേഴ്സിനും ഉണ്ട്, പക്ഷെ രണ്ടാമത് പറഞ്ഞ പ്രോപ്പർട്ടി നെഗറ്റീവ് നമ്പേഴ്സിനില്ല. സോ എഗെയിൻ വി വിൽ തിങ്ക് വേറെ ഏതെങ്കിലും റിയൽ നമ്പേഴ്സിൻ്റെ വേറെ ഏതെങ്കിലും സബ്സെറ്റിന് ഈ രണ്ട് പ്രോപ്പർട്ടിയും കൂടി ഉള്ളതുണ്ടോ? നോക്കുമ്പോൾ ഉണ്ട്. ഇൻറ്റിജേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇവർക്കൊക്കെ ഈ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഏത് രണ്ട് ഇൻറ്റിജേഴ്സ് എടുത്താലും അവരുടെ സം ഒരു ഇൻറ്റിജറാണ്, പ്രൊഡക്റ്റ് വേറൊരു ഇൻറ്റിജറാണ്. അതുപോലെ ഏത് രണ്ട് റാഷണൽ നമ്പേഴ്സ് എടുത്താലും അവരുടെ സം ഒരു റാഷണൽ നമ്പറാണ്, പ്രൊഡക്റ്റ് വീണ്ടും ഒരു റാഷണൽ നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ദെൻ നമ്മൾ വീണ്ടും ചിന്തിക്കുകയാണ് പിന്നെന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട് പോസിറ്റീവ് നമ്പേഴ്സിന്. സോ നമുക്ക് വേറൊരു പ്രോപ്പർട്ടി കിട്ടി. ഏത് റിയൽ നമ്പർ എടുത്താലും ഒന്നുകിൽ, സോ ഐ എം ടേക്കിംഗ് എ റിയൽ നമ്പർ എ, ഒന്നുകിൽ എ ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ -a ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും, അതും അല്ലെങ്കിൽ a = 0 ആയിരിക്കും. ഓക്കെ,
ഈ 3 പ്രോപ്പർട്ടിയും കൂടിയുള്ള വേറെ ഏതെങ്കിലും സബ്സെറ്റ് ഓഫ് ആർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തോളൂ, നോക്കിക്കോളൂ. ദർ ഡസ് നോട്ട് എക്സിസ്റ്റ് അനദർ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് വിച്ച് ഹാസ് ഓൾ ദീസ് പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ ഈ 3 പ്രോപ്പർട്ടിയും കൂടിയുള്ള ഒരേ ഒരു സബ്സെറ്റേ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിനുള്ളൂ. ആൻഡ് ഇറ്റ് ഇസ് സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് നമ്പേഴ്സ്. സോ ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രോപ്പർട്ടിയും വേറെ ഉപയോഗിച്ചിട്ടില്ല, ആൾജിബ്രൈക് പ്രോപ്പർട്ടീസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. വി ഹാവ് ഓൾറെഡി ഡിഫൈൻഡ് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ എക്സെട്ര. സോ ഇപ്പോൾ ഞാൻ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് നമ്പേഴ്സ് ഡിഫൈൻ ചെയ്യാണ്. There is a subset of R called the set of all positive numbers, positive real numbers, which satisfies the following conditions. The first property is that there is a subset. Okay, I will call this subset as P. Okay, there is a subset P of R called the set of positive real numbers which satisfies the following conditions. എന്തൊക്കെയാണ് conditions? A and B element of P implies A plus B element of P. Now the second condition is that A and B element of P implies A product of AB element of P. Now the next condition, A element of R, then exactly one of the following will hold. അതായത് ഇനി പറയുന്നതിൽ ഏതെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്യും, ഒന്നേ ഒരു സമയത്ത് ഹോൾഡ് ചെയ്യുള്ളൂ. എന്തൊക്കെയാണ് ആ പ്രോപ്പർട്ടീസ്? ഒന്നുകിൽ എ എലമെൻ്റ് ഓഫ് പി മൈനസ് എ എലമെൻ്റ് ഓഫ് പി എ ഈക്വൽ ടു 0. ഈ 3 കാര്യങ്ങളിൽ ഒന്ന് ഉറപ്പായിട്ടും ഹോൾഡ് ചെയ്യും, ഒന്ന് മാത്രമേ അറ്റ് എ ടൈം ഹോൾഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സെറ്റ്, ഈ 3 പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റിനെയാണ് നമ്മൾ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഇതിൽ ഈ മൂന്നാമത്തെ പ്രോപ്പർട്ടി എ എലമെൻ്റ് ഓഫ് ആർ ദെൻ എക്സാക്ട്ലി വൺ ഓഫ് ദ ഫോളോയിങ് വിൽ ഹോൾഡ് എ എലമെൻ്റ് ഓഫ് പി മൈനസ് എ എലമെൻ്റ് ഓഫ് പി ഓർ എ ഈക്വൽ ടു 0. ഇതിനെ നമ്മളൊരു പേര് പറയും. ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് ട്രൈക്കോട്ടമി പ്രോപ്പർട്ടി ഓഫ് ആർ. ട്രൈക്കോട്ടമി. ട്രൈക്കോട്ടമി പ്രോപ്പർട്ടി ഓഫ് ആർ ഈ തേർഡ് പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ്. അപ്പോൾ ഈ 3 പ്രോപ്പർട്ടിയുള്ള സെറ്റിനെ നമ്മൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എന്ന് ഡിഫൈൻ ചെയ്തു. ഇങ്ങനെ ഒരു സെറ്റ് റിയൽ നമ്പേഴ്സിന് ഉണ്ട്, ഇങ്ങനെ ഒരു സബ്സെറ്റ് റിയൽ നമ്പേഴ്സിനുണ്ട്, ഇങ്ങനെ ഒരു സെറ്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിനെയാണ് നമ്മൾ ഓർഡർ പ്രോപ്പർട്ടി ഓഫ് ആർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തു ഓർഡർ പ്രോപ്പർട്ടി ഓഫ് ആറിൽ. ഇതുപയോഗിച്ച് നമ്മൾ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ തുടങ്ങിയ റിലേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. സോ ദിസ് ഈസ് എ ഡെഫിനിഷൻ. ഈ ഡെഫിനിഷനിൽ I am taking A and B as real numbers. Okay. If A minus B is in P,
എ മൈനസ് ബി പോസിറ്റീവ് ആണെങ്കിൽ, എ മൈനസ് ബി സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സിലുണ്ടെങ്കിൽ വി റൈറ്റ് എ ഗ്രേറ്റർ ദാൻ ബി ഓർ ബി ലെസ് ദാൻ എ. ഓക്കെ, ഇനി ഈ എ മൈനസ് ബി എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പേഴ്സ് യൂണിയൻ സെറ്റ് സീറോയിലുണ്ടെങ്കിൽ, അതായത് ഒന്നുകിൽ എ മൈനസ് ബി പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ എ മൈനസ് ബി സീറോയാണ്, അപ്പോൾ നമ്മൾ പറയും എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ഓർ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് ഡിഫൈൻ ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എന്നുള്ള റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് യൂസിങ് സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് നമ്പേഴ്സ്. സോ വെൻ വിൽ യു സേ ദാറ്റ് എ ഇസ് ഗ്രേറ്റർ ദാൻ ബി? എ ഇസ് ഗ്രേറ്റർ ദാൻ ബി implies and implied by a minus b is in P. A greater than or equal to b implies and implied by a minus b is in P union set 0. Okay, now using this we can go to the next theorem. ആ തിയറത്തിൽ പോകുന്നതിന് മുമ്പ് നമുക്കിവിടെ ഒരു കാര്യം നോക്കാം. അപ്പോൾ നമ്മൾ രണ്ട് റിയൽ നമ്പേഴ്സ് എടുത്തു, എ ആൻഡ് ബി. അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുന്നത് വേറെ ഒരു റിയൽ നമ്പറാണ്. ഇഫ് എ ആൻഡ് ബി ആർ റിയൽ നമ്പേഴ്സ്, എ മൈനസ് ബി ഈസ് ഓൾസോ എ റിയൽ നമ്പർ. ദെൻ ട്രൈക്കോട്ടമി പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് പറയാം എക്സാക്ട്ലി വൺ ഓഫ് ദ ഫോളോയിങ് വിൽ ഹോൾഡ്. എന്തൊക്കെ? ഒന്നുകിൽ എ മൈനസ് ബി വിൽ ബി ഇൻ പി, ഓർ മൈനസ് ഓഫ് എ മൈനസ് ബി വിൽ ബി ഇൻ പി, അതുമല്ലെങ്കിൽ എ മൈനസ് ബി ഈക്വൽ ടു 0. ഓക്കെ, അതായത് വീണ്ടും ഞാനിതിനെ ഒന്നും കൂടി എഴുതാണ്. ഒന്നുകിൽ എ മൈനസ് ബി ഈസ് ഇൻ പി, അല്ലെങ്കിൽ മൈനസ് ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് ബി മൈനസ് എ ഈസ് ഇൻ പി, ഓർ എ മൈനസ് ബി ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞ ഗ്രേറ്റർ ദാൻ്റെ ഡെഫിനിഷൻ പ്രകാരം എ മൈനസ് ബി എലമെൻറ്റ് ഓഫ് പി മീൻസ് എ ഗ്രേറ്റർ ദാൻ ബി, ബി മൈനസ് എ എലമെൻറ്റ് ഓഫ് പി മീൻസ് ബി ഗ്രേറ്റർ ദാൻ എ മൈനസ് ബി ഈക്വൽ ടു 0 മീൻസ് എ ഈസ് ഈക്വൽ ടു ബി. സോ ട്രൈക്കോട്ടമി പ്രോപ്പർട്ടിയെ തന്നെ നമുക്ക് ഇങ്ങനെയും പറയാം. ഇഫ് എ ആൻഡ് ബി ആർ റിയൽ നമ്പേഴ്സ്, then exactly one of the following will hold, either a greater than b or b greater than a or a equal to b. ഇതിനെയും നമുക്ക് ട്രൈക്കോട്ടമി പ്രോപ്പർട്ടി എന്ന് തന്നെ വിളിക്കാം, ബിക്കോസ് ദിസ് ഇസ് നത്തിങ് ബട്ട് ട്രൈക്കോട്ടമി പ്രോപ്പർട്ടി. സോ ഏത് രണ്ട് റിയൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും അതിൽ അവരെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റും എപ്പോഴും. അതായത് ഇതിലേതെങ്കിലും ഒന്ന് മറ്റതിനേക്കാൾ വലുതായിരിക്കും, അല്ലെങ്കിൽ രണ്ടുപേരും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇനി ഞാൻ അടുത്ത തിയറത്തിലേക്ക് പോവാണ്. ഈ പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അടുത്ത റിസൾട്ടിലേക്ക് പോവാണ്. സോ തിയറത്തിനൊരു 3 പാർട്ടുണ്ട്. എല്ലാം വളരെ വളരെ ചെറിയ കാര്യങ്ങളാണ്. ആദ്യം നമ്മൾ 3 റിയൽ നമ്പേഴ്സ് എടുത്തു, എ ബി സി, ദേ ആർ റിയൽ നമ്പേഴ്സ്. ദ ഫസ്റ്റ് റിസൾട്ട് സേസ് ദാറ്റ് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് ബി ഗ്രേറ്റർ ദാൻ സി, ദെൻ എ ഗ്രേറ്റർ ദാൻ സി. അതായത് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്ത ഗ്രേറ്റർ ദാൻ എന്നുള്ള റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് ബി ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ സി ആണ്. സോ ദ റിലേഷൻ വി ഹാവ് ഡിഫൈൻഡ്, ദ റിലേഷൻ ഗ്രേറ്റർ ദാൻ വിച്ച് വി ഡിഫൈൻ നൗ ഇസ് എ ട്രാൻസിറ്റീവ് റിലേഷൻ. ആൻഡ് ദ സെക്കൻഡ് റിസൾട്ട് സേസ് ദാറ്റ് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് സി ഈസ് എ റിയൽ നമ്പർ, a plus c is greater than b plus c. Now the third result says that if a greater than b and c greater than 0,
AC greater than BC. Product of A and C is greater than product of B and C. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഇതാണ്, ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് ഒരു റിലേഷൻ്റെ ഒരു ഇനീക്വാലിറ്റിയുടെ രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്താൽ ഇനീക്വാലിറ്റി വിൽ നോട്ട് ചേഞ്ച്. A ഗ്രേറ്റർ ദാൻ B ആണെങ്കിൽ AC ഗ്രേറ്റർ ദാൻ BC. ഇനി A ഗ്രേറ്റർ ദാൻ B ആൻഡ് C നെഗറ്റീവ് ആണ് എന്ന് വിചാരിക്കുക, ഓർ C ലെസ് ദാൻ 0 ആണെന്ന് കരുതുക. ദെൻ AC വിൽ ബി ലെസ് ദാൻ BC. ഓക്കെ, സോ ഇനീക്വാലിറ്റി വിൽ ബി ഇൻ ദ റിവേഴ്സ് ഓർഡർ. A ഗ്രേറ്റർ ദാൻ B ആണെങ്കിൽ AC ലെസ് ദാൻ BC ആണ്, C ലെസ് ദാൻ 0 ആണെങ്കിൽ. അപ്പോൾ നമുക്കിത് പ്രൂവ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ഫസ്റ്റ് വൺ പ്രൂവ് ചെയ്യാം. A. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഗിവൺ. വാട്ട് ഓൾ തിങ്സ് ആർ ഗിവൺ? വി ഹാവ് ഗിവൺ ദാറ്റ് A is greater than B and B is greater than C. When will you say that A greater than B? If A minus B element of P. B greater than C എന്ന് പറയുമ്പോൾ B minus C element of P. ഇനി P എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് നമ്പേഴ്സ്. അതിനുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് രണ്ടാൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ അവരുടെ സമ്മ അവിടെ തന്നെ ഉണ്ടാവണം. സോ A മൈനസ് ബിയും പിയിലുണ്ട്, B മൈനസ് സിയും പിയിലുണ്ട്. അപ്പോൾ അവരുടെ സം A മൈനസ് ബി പ്ലസ് B മൈനസ് സി എന്ന് പറയുന്നത് പിയിൽ തന്നെ ഉണ്ടായിരിക്കണം ബൈ ഡെഫിനിഷൻ ഓഫ് P. വാട്ട് ഇസ് A മൈനസ് ബി പ്ലസ് B മൈനസ് സി? ഇറ്റ് ഇസ് A മൈനസ് സി. സോ A മൈനസ് സി ഈസ് ഇൻ P. A minus C is in P means A is greater than C. So, if A greater than B and B greater than C, we have A greater than C. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. A greater than B, then A plus C greater than B plus C. So, how can you prove? എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? A greater than B. A greater than B ആണെങ്കിൽ നമുക്കറിയാം A minus B is in P. Okay, this implies A minus C minus C minus B is in P. എന്താ ചെയ്തത്? ഒരു സീറോയിനെ ഇടയിൽ ആഡ് ചെയ്തു. So this means A minus C plus C minus B is in P. Okay. ഇതിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്തു ബിക്കോസ് നമുക്ക് അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്നറിയാം. A plus C minus B minus C, this is in P. Or A plus C minus of B plus C is in P. And this implies A plus C is greater than B plus C. So whenever A is greater than B, A plus C is greater than B plus C. Now we have to prove the third property. Third condition says that if A is greater than B and C is positive, then AC is greater than BC. So C la first part ആണ് ഞാൻ പ്രൂവ് ചെയ്യുന്നത്. A greater than B and C greater than 0. Okay, this means A minus B is in P. A greater than B means A minus B is in P. C greater than 0 means C is in P. A minus B യും പിയിലുണ്ട്, C യും പിയിലുണ്ട്. സോ പിയുടെ ഡെഫിനിഷനിലെ രണ്ടാമത്തെ പ്രോപ്പർട്ടി പ്രകാരം A minus B യും C യും പിയിലുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് പിയിലുണ്ടാവണം. So we can say that A minus B into C is in P by the definition of P. And what is A minus B dot C? A dot C minus B dot C
This is in P. And this implies AC is greater than BC. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട്. Now let A greater than B and C less than 0. This means A minus B is in P, C less than 0 എന്ന് പറയുമ്പോൾ മൈനസ് C is in P. A മൈനസ് ബിയും മൈനസ് സിയും പിയിലുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ്, അതായത് മൈനസ് സി ഇൻറ്റു എ മൈനസ് ബി ഷുഡ് ബി ഇൻ പി ബൈ ദ ഡെഫിനിഷൻ ഓഫ് പി. ആൻഡ് ദിസ് മീൻസ് മൈനസ് ഓഫ് എ സി പ്ലസ് ബി സി ഈസ് ഇൻ പി. ആൻഡ് ദിസ് മീൻസ് ബി സി മൈനസ് എ സി ഈസ് ഇൻ പി ഓർ ബി സി ഗ്രേറ്റർ ദാൻ എ സി, അതല്ലെങ്കിൽ നമുക്കതിനെ തിരിച്ച് എ സി ലെസ് ദാൻ ബി സി എന്ന് പറയാം. സോ വി ഹാവ് പ്രൂവ്ഡ് ദ തേർഡ് പ്രോപ്പർട്ടി ഓൾസോ. ഇനി ഇപ്പം നമ്മുടെ കയ്യിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ കൂടി കൂടി വരികയാണ്. തൊട്ട് മുമ്പ് നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ആൾജിബ്രൈക് പ്രോപ്പർട്ടീസേ ഉണ്ടായിരുന്നുള്ളൂ. ദെൻ വി ഹാവ് ഡിഫൈൻഡ് ഓർഡർ പ്രോപ്പർട്ടി. ഓർഡർ പ്രോപ്പർട്ടി ഉപയോഗിച്ചൊരു 3 റിസൾട്ടും കൂടി നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത തിയറത്തിലേക്ക് കടക്കുകയാണ്. ഇതുപോലെ തന്നെ 3 ചെറിയ റിസൾട്ടുകളാണ് അതിലുള്ളത്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ ഇപ്പോൾ പ്രൂവ് ചെയ്ത ഈ റിസൾട്ട്, ഇപ്പം നമ്മൾ ചെയ്ത ഈ തിയറം കൂടി അതിനു വേണ്ടി നമുക്ക് വേണമെങ്കിൽ ആവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കാം. സോ ദ നെക്സ്റ്റ് തിയറം, ഈ തിയറത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് എ ഈസ് എ റിയൽ നമ്പർ ആൻഡ് എ നോട്ട് ഈക്വൽ ടു 0, then a square is strictly greater than 0. Then we will prove that, chirikenda, we will prove 1 is greater than 0. And in the third part, if n is a natural number, then n greater than 0. Every natural number is greater than 0. ഈ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളാണ് പ്രൂഫും, തിയറം പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള പ്രൂഫാണ്. സോ നമുക്ക് ആദ്യത്തെ റിസൾട്ട് പ്രൂവ് ചെയ്യാം. നമുക്ക് ട്രൈക്കോട്ടമി പ്രോപ്പർട്ടി അറിയാം. എ എലമെൻറ്റ് ഓഫ് ആർ ആണെങ്കിൽ ഒന്നുകിൽ എ എലമെൻറ്റ് ഓഫ് പി ആയിരിക്കും, ഓർ മൈനസ് എ എലമെൻറ്റ് ഓഫ് പി ആയിരിക്കും, ഓർ എ ഈക്വൽ ടു 0 ആയിരിക്കും. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട് എ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ പിന്നെ ഈ കണ്ടീഷൻ നമുക്കിവിടെ ഒഴിവാക്കാം. സോ ഗിവൺ എ നോട്ട് ഈക്വൽ ടു 0, ദർഫോർ നമുക്ക് പിന്നെ 2 പോസിബിലിറ്റി ഉള്ളൂ. എയ്തർ എ ഈസ് ഇൻ പി ഓർ മൈനസ് എ ഈസ് ഇൻ പി. പിന്നെ എനിക്ക് 2 കേസ് ഞാൻ എടുക്കുകയാണ്. ഇഫ് എ ഈസ് ഇൻ പി, ദെൻ എയും പിയിലാണ്, എയും ബിയിലാണ് എങ്കിൽ എ ഇൻറ്റു എ സ്ക്വയർ എവിടെ ഉണ്ടാവണം? ഇതും പി തന്നെ ഉണ്ടാവണം. എ സ്ക്വയർ എലമെൻറ്റ് ഓഫ് പി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എ സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ 0. ഇനി ഇഫ് മൈനസ് എ ഈസ് ഇൻ പി, ഇപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്കിപ്പോൾ കിട്ടി. ഇനി മൈനസ് എ ആണ് പിയിലെങ്കിൽ വീണ്ടും മൈനസ് എ എലമെൻറ്റ് ഓഫ് പി and minus a element of p implies minus a the square. This is in p. Minus a the square എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? a square. So this is in p or a square is greater than 0. So നമ്മളിപ്പോൾ ഫസ്റ്റ് റിസൾട്ട് പ്രൂവ് ചെയ്തു. If a is a real number and a is non-zero, then a square is greater than 0. Now we have to prove that 1 is greater than 0. സോ ഈ 1 എന്നുള്ളതിനെ എനിക്ക് 1 സ്ക്വയർ എന്ന് എഴുതാം. സോ ദിസ് ഇസ് എ സ്ക്വയർ. ഫസ്റ്റ് റിസൾട്ടിൽ നമ്മൾ പറഞ്ഞു ഏത് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും non-zero റിയൽ നമ്പർ എടുത്താലും അതിൻ്റെ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ 1 ഇസ് 1 സ്ക്വയർ. ദർഫോർ നമ്മുടെ പാർട്ട് എ പ്രകാരം 1 ഗ്രേറ്റർ ദാൻ 0. ഇനി അടുത്തതായിട്ട് ഞാൻ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ടാണ് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും പോസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. പി ഓഫ് എൻ ഇസ് എൻ ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, സോ വാട്ട് ഇസ് പി ഓഫ് 1?
1 greater than 0. This is true by B part. നമ്മളിപ്പോൾ B പാർട്ടിൽ പ്രൂവ് ചെയ്തു 1 is greater than 0 എന്ന്. Now assume P of K is true. P of K true ആണെന്ന് പറഞ്ഞാൽ K greater than 0. P of 1 true ആണെന്ന് പറയുമ്പോൾ P of 1 true ആണെന്ന് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ K greater than 0 and 1 is greater than 0. This means K is in P and 1 is in P. Kയും 1ഉം Pയിലുണ്ടെങ്കിൽ K plus 1 is in P by the definition of P. Okay. അപ്പോൾ K plus 1 element of P എന്ന് പറഞ്ഞാൽ എന്തായി? K plus 1 greater than 0. അതായത് P of K plus 1 is true. അപ്പോൾ P of 1 true ആണ്. P of K true ആണെങ്കിൽ P of K plus 1 true ആണ്. Therefore നമുക്ക് പറയാം P of n is true for all n element of natural numbers. ഇനി എന്താണ് P of n? n is greater than 0 for all n element of natural numbers. വളരെ സിമ്പിളായിട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എല്ലാം അറിയുന്ന റിസൾട്ടുകളാണ്. ബട്ട് വി നീഡ് പ്രൂഫ് ഫോർ എവറിത്തിങ്. ഓക്കെ, ഇനി ഒറ്റ റിസൾട്ടും കൂടി പ്രൂവ് ചെയ്തിട്ട് ഈ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സോ നമ്മൾ അടുത്ത സെഷനിൽ അടുത്ത തിയറത്തിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്, നമ്മളിനി ഒരുപാട് ഉപയോഗിക്കാൻ പോകുന്ന ഒരു റിസൾട്ടാണ് ഞാനിവിടെ പ്രൂവ് ചെയ്യുന്നത്. ഇഫ് എ എലമെൻ്റ് ഓഫ് ആർ സച്ച് ദാറ്റ് ഈ എ സീറോയിനേക്കാൾ വലുതോ അല്ലെങ്കിൽ ഈക്വലോ ആണ്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ, ലെസ് ദാൻ എപ്സിലൺ ഫോർ ഓൾ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0, ദെൻ എ ഈക്വൽ ടു 0. വളരെ പ്രധാനപ്പെട്ട റിസൾട്ടാണ്, കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു റിസൾട്ടാണ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 മീൻസ് എല്ലാ പോസിറ്റീവ് നമ്പർ, ഈ എപ്സിലൺ എന്ന് പറയുന്നത് ആർബിട്രറി ഏത് പോസിറ്റീവ് നമ്പർ വേണമെങ്കിലും ആവാം ഈ എപ്സിലൺ എന്ന് പറയുന്നത്, ഈ എല്ലാ പോസിറ്റീവ് നമ്പറിനേക്കാളും ചെറുതാണ് എ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് എ ഈസ് നോൺ നെഗറ്റീവ്. എ ഒന്നുകിൽ പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ ഈക്വൽ ടു 0 ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ലെസ് ദാൻ എവരി പോസിറ്റീവ് നമ്പർ. അപ്പോൾ എല്ലാ പോസിറ്റീവ് നമ്പറിനേക്കാളും ചെറിയ ഒരേ ഒരു നോൺ നെഗറ്റീവ് നമ്പറേ ഉള്ളൂ, അത് 0യാണ്. അതായത് പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ സെറ്റിന് ഒരു ലോവർ ബൗണ്ട് അല്ലെങ്കിൽ ഒരു ലീസ്റ്റ് എലമെൻറ്റ് പോസിറ്റീവ് നമ്പേഴ്സിൽ തന്നെ ഇല്ല. എല്ലാ പോസിറ്റീവ് നമ്പേഴ്സിൻ്റെയും ലീസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് 0യാണ്, വിച്ച് ഇസ് നോട്ട് എൻ എലമെൻറ്റ് ഓഫ് പി. ഓക്കെ, അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നത്. സോ നമുക്കിത് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എ എലമെൻ്റ് ഓഫ് ആർ ആണ്. സോ ട്രൈക്കോട്ടമി പ്രോപ്പർട്ടി പ്രകാരം എ എലമെൻ്റ് ഓഫ് പി ആവാം, ഓർ മൈനസ് എ എലമെൻ്റ് ഓഫ് പി ആവാം, ഓർ എ ഈക്വൽ ടു 0 ആവാം. എന്ന് വെച്ചാൽ എ ഗ്രേറ്റർ ദാൻ 0 ഓർ എ ലെസ് ദാൻ 0 ഓർ എ ഈക്വൽ ടു 0. ഈ 3 പോസിബിലിറ്റീസേ എക്കുള്ളൂ. പക്ഷെ നമുക്ക് തന്നിട്ടുണ്ട് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതാ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ, അതായത് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ലെസ് ദാൻ 0 എന്നുള്ള പോസിബിലിറ്റി ഇല്ല. അപ്പോൾ നമുക്ക് ഒന്നുകിൽ എ ഗ്രേറ്റർ ദാൻ 0 ആണ് ഓർ എ ഈക്വൽ ടു 0യാണ്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എ ഈക്വൽ ടു 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അങ്ങനെയല്ല എന്ന് എടുക്കുക. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? എ ഗ്രേറ്റർ ദാൻ 0. സോ ഇഫ് എ ഗ്രേറ്റർ ദാൻ 0 ദെൻ നമുക്കറിയാം 1/2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ എ ഇൻറ്റു 1/2, a/2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0യാണ്. സോ ഞാൻ എപ്സിലൺ ആയിട്ട് a/2 എടുക്കുകയാണ്.
സോ ദാറ്റ് ഇറ്റ് ഈസ് പോസിറ്റീവ്. ഇനി നമുക്ക് തന്നിട്ടുണ്ട് എ ലെസ് ദാൻ എപ്സിലൺ ഫോർ ഓൾ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എപ്സിലണിന് ഞാനിപ്പോൾ എടുത്ത വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും എ ലെസ് ദാൻ എപ്സിലൺ ആയിരിക്കണം. സോ ദിസ് ഇംപ്ലൈസ് എ ലെസ് ദാൻ a/2. രണ്ട് സൈഡിലും ഞാനൊരു എന്താ പറയുക, എ ഗ്രേറ്റർ ദാൻ 0 എന്നായതുകൊണ്ട് ഒരു 1/a എന്ന് പറയുന്ന ആളുണ്ട് അല്ലേ. സോ 1/a കൊണ്ട് രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്താൽ ഐ വിൽ ഗെറ്റ് 1 ലെസ് ദാൻ 1/2. ഇത് വിച്ച് ഇസ് നോട്ട് ട്രൂ. 1 ലെസ് ദാൻ 1/2 എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശരിയല്ല. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ 0 ആണ് എന്നെടുത്തപ്പോൾ നമ്മൾ ശരിയല്ലാത്ത ഒരു കാര്യത്തിലെത്തി. അപ്പം അതുകൊണ്ട് എന്തായിരിക്കും, എ ഗ്രേറ്റർ ദാൻ 0 അല്ല. അപ്പോൾ പിന്നെ എ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ്. എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനുമാണിത്. സോ യു ഷുഡ് നോ ഹൗ ടു പ്രൂവ് ദിസ്. കൃത്യമായിട്ട് നമുക്കിതിൻ്റെ പ്രൂഫ് ചെയ്യാൻ അറിയണം. ഈ റിസൾട്ടും നമുക്കറിയണം. ഒരുപാട് ഉപയോഗിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ടോടു കൂടി ഞാൻ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഓർഡർ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള പ്രോപ്പർട്ടീസ്, അതായത് ഓർഡർ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് നമ്മൾ കൂടുതൽ റിസൾട്ടുകളും പ്രോബ്ലംസും ഇനി അടുത്ത സെഷനിൽ കണ്ടിന്യൂ ചെയ്യും. സോ ഇതുവരെയുള്ളതെല്ലാം കൃത്യമായിട്ട് പഠിക്കാം.